അൽ ഖുദാതു സലാസ, 3 തരത്തിൽ വിധി പറയുന്ന ആളുകൾ 3 വിഭാഗമാണ്. ഖാദിയാനി ഫിന്നാരി വഖാദിൻ ഫിൽ ജന്ന. അതിൽ 2 പേര് നരകത്തിലാണ്, ഒരാൾ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ ഖാദിമാരിൽ നരകത്തിലേക്ക് പോകുന്ന ഖാദി എന്ന് പറയുന്നത് ഖാദിൻ ജഹില ഫഖദാ അലാ ജഹലിൻ ഫഹുവ ഫിന്നാർ. കേസ് പഠിക്കാതെ വിധി പറഞ്ഞു, അറിവില്ലാതെ വിധി പറഞ്ഞു, കാര്യങ്ങൾ ബോധിക്കാതെ വിധി പറഞ്ഞു, അയാൾ നരകത്തിലാണ്. വഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖാലഫഹു ഫഖദാ ബിഖിലാഫിൽ ഹഖ്ഖി ഫഹുവ ഫിന്നാർ. ഇത് സത്യം, ഇതിനെതിരാണെന്ന് ഖാദിക്ക് ജഡ്ജിന് 100% ബോധ്യമുണ്ട്. കൈക്കൂലി വാങ്ങിച്ചിട്ടോ പാരിതോഷികങ്ങൾ കൈപ്പറ്റിയിട്ടോ സ്വാധീനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടോ ന്യായവും സത്യവും ബോധ്യപ്പെട്ടിട്ടും അതിനനുകൂലമായി വിധി പറയാതെ സത്യത്തെ മൂടിവെച്ചിട്ടുള്ള ഖാദിമാർ, അത്തരം ജഡ്ജിമാരും വിധി പറയുന്നവരും നരകത്തിലാണ്. ഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖദാ ബിഹി ഫഹുവ ഫിൽ ജന്ന. ന്യായം മനസ്സിലാക്കുകയും മനുഷ്യരുടെ വാക്കുകളും സംഭവങ്ങളും വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം അവിടെ ന്യായമെന്ത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ ന്യായം കൊണ്ട് വിധി പറയുന്ന ആളുകൾ, അവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. ആ വിഭാഗം ഒന്നേ ഉണ്ടാകൂ. നേരത്തെ പറഞ്ഞ 2 നരകത്തിലാണ്, ഒരാൾ മാത്രമാണ് സ്വർഗത്തിലുള്ളത്. മൻ വലിയൽ ഖളാ ഫഖദ് ദബഹ ബിഗൈരി സിക്കീൻ. അതുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അധികാരം ഒരാൾ ഏറ്റെടുക്കുമ്പോൾ കത്തിയില്ലാതെ അയാൾ മുറിക്കുകയാണ്. അധികാരം എന്ന് പറയുന്ന വിഷയമാണ്, അത് ലഹരിയായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്.